ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് ഹാർഡ് ഫാർമസി ടെക്നീഷ്യന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് രണ്ട് പാർട്ടായിട്ട് പാർട്ട് 1 ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ ഡോക്ടർ പ്രിസ്ക്രൈബ്സ് ഗ്ലൈബ്യൂറൈഡ് ആൻഡ് ക്ലോർപ്രോപ്പമൈഡ് ടുഗെദർ ഇൻ ദി പ്രിസ്ക്രിപ്ഷൻ സെയിം പ്രിസ്ക്രിപ്ഷൻ ആസ് എ ഫാർമസി ടെക്നീഷ്യൻ വാട്ട് ഷുഡ് യു ഡു? ഓപ്ഷൻ എ, dispense both medications as prescribed. B. Substitute chlorpropamide with another sulfonylurea. D. Alert the pharmacist about a potential duplication of the therapy. D. Reduce the dose of both medication before dispensing. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്ലൈബ്യൂറൈഡ്, ക്ലോർപ്രോപ്പമൈഡ് ഈ രണ്ട് ഡ്രഗ്സും കൂടെ സെയിം പ്രിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആസ് എ ഫാർമസി ടെക്നീഷ്യൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാം ഓപ്ഷൻ സി, അലേർട്ട് ദി ഫാർമസിസ്റ്റ് അബൌട്ട് ദി പൊട്ടൻഷ്യൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി തെറാപ്പി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നമുക്കറിയാം ഈ ഗ്ലൈബ്യൂറൈഡ്, ക്ലോർപ്രോപ്പമൈഡ് എന്നൊക്കെ പറയുന്നത് സെയിം ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്. സൾഫനൈൽയൂറിയ ആണ് ഈ രണ്ട് ഡ്രഗും വരുന്നത്. നമുക്ക് ആ ഒരു ഓറൽ ആന്റി ഹൈപ്പർ ഗ്ലൈസേമിക് ഡ്രഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ സെയിം ക്ലാസ് ഓഫ് ഡ്രഗ് ടുഗെദർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ആ ഒരു സിവിയർ ഹൈപ്പോഗ്ലൈസേമിക് റിസ്ക് കൂടുതലായിരിക്കും ഈ രണ്ട് ഡ്രഗും കൂടെ ഒരുമിച്ചെടുത്താൽ. അപ്പൊ ഒരു പ്രിസ്ക്രിപ്ഷനിൽ സെയിം പ്രിസ്ക്രിപ്ഷനിൽ തന്നെ ഈ രണ്ട് ഡ്രഗ് ഡ്യൂപ്ലിക്കേഷൻ എറർ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫാർമസി ടെക്നീഷ്യൻ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫാർമസി ടെക്നീഷ്യന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്യാനോ ഡോസ് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഫാർമസി ടെക്നീഷ്യൻ എന്ത് ചെയ്യണം? ഫാർമസിസ്റ്റിനെ അലേർട്ട് ചെയ്യണം. അപ്പൊ ഫാർമസിസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ വെരിഫൈ ചെയ്ത് ആ പ്രിസ്ക്രൈബറിനെ കോൺടാക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫാർമസി ടെക്നീഷ്യൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫാർമസിസ്റ്റിനെ അലേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഡോസിൽ ചേഞ്ചസ് വരിക അതല്ലെങ്കിൽ രണ്ടും പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ എറർ കണ്ടത് കാരണം നമ്മൾ അത് എറർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഡോസിലും അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനിലും മോഡിഫൈ ചെയ്യാൻ ഫാർമസി ടെക്നീഷ്യന് പറ്റില്ല. ഫാർമസിസ്റ്റിന് അലേർട്ട് ചെയ്യുകയാണ് ഇവിടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് ഡ്രഗ് ഈസ് പ്രൈമറിലി ബാക്ടീരിസിഡൽ? ഓപ്ഷൻ എ, അമൈനോഗ്ലൈക്കോസൈഡ്സ്. ഓപ്ഷൻ ബി, സൾഫണാമൈഡ്സ്. ഓപ്ഷൻ സി, മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ്. ഓപ്ഷൻ ഡി, ടെട്രാസൈക്ലിൻ. അപ്പൊ ഇതിൽ ഏതാണ് ബാക്ടീരിസിഡൽ ഏജൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്ടീരിസിഡൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ഏജൻസ് ആണ് ബാക്ടീരിസിഡൽ ഏജൻസ് എന്ന് പറയുന്നത്. ബാക്ടീരിയസിഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബാക്ടീരിയസിഡൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയനെ കില്ല് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ളതാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റി ഉള്ള ആന്റിബയോട്ടിക്സ്? അപ്പൊ ഏതാണ്? നമുക്ക് ഓപ്ഷൻ എ, അമൈനോഗ്ലൈക്കോസൈഡ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അമൈനോഗ്ലൈക്കോസൈഡ് ബാക്ടീരിയസിഡൽ ഏജന്റ് ആണ്. ബാക്ടീരിയനെ കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോട്ടീൻ സിന്തസിസിൽ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അതല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഡാമേജ് വരുത്തിയിട്ടൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റി അമൈനോഗ്ലൈക്കോസൈഡ്സ് ചെയ്യുന്നത്. വേറെയും നമുക്കറിയാം ആന്റിബയോട്ടിക്സിൽ വേറെയും കാറ്റഗറീസ് ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന വേറെ എക്സാമ്പിൾസ് ആണ് ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സ്, വാങ്കോമൈസിൻ, മെട്രോണിഡസോൾ. ഇതൊക്കെ ഈ ഒരു ബാക്ടീരിയസിഡൽ ഏജൻസിന്റെ വേറെ എക്സാമ്പിൾസ് വരുന്നതാണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻസിന്റെ എക്സാമ്പിൾസ്? ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഓപ്ഷനിൽ ബാക്കി കൊടുത്തിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ. സൾഫണമൈഡ്, മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ്, ടെട്രാസൈക്ലിൻസ് ഇതൊക്കെ ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ, അമൈനോഗ്ലൈക്കോസൈഡ് ആണ് ബാക്ടീരിയസിഡൽ ഏജന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is commonly used for the topical treatment of pressure sores? Option A, hydrocolloid dressing. Option B, oral antibiotics. Option C, antipyretics. Option D, antihistamines. പ്രഷർ സോർ അതിന് നമ്മൾ ബെഡ് സോർ എന്ന് പറയും. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്കിന്നിൽ പ്രഷർ അപ്ലൈ ചെയ്ത് സ്കിൻ ടിഷ്യൂ ഡാമേജ് വരുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ പ്രഷർ സോർ അല്ലെങ്കിൽ ബെഡ് സോർ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ആ ഒരു ബെഡ് റിഡൻ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ ആ ഒരു സ്കിന്നിൽ പ്രഷർ തട്ടിയിട്ട് അവിടെ ടിഷ്യൂ ഡാമേജ്, സ്കിൻ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു കണ്ടീഷനാണ് പ്രഷർ സോർ അല്ലെങ്കിൽ ബെഡ് സോർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് അവിടെ ഒരു ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് നമുക്ക് അവിടെ ഒരു ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ഈ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ, ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ
അതിൽ ആ ഒരു ജെൽ ഫോമിംഗ് ഏജൻസ് ഉണ്ടായിരിക്കും. ജെൽ ഫോമിംഗ് ഏജൻസ് ആയിട്ടുള്ള പെക്റ്റിൻ, ജെലാറ്റിൻ, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, ഇതൊക്കെ ജെൽ ഫോമിംഗ് ഏജൻസ് ആണ്. ഇത് പ്രസന്റ് ആയിരിക്കും ഈ ഒരു ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിങ്ങിൽ. അപ്പൊ അത് ആ ഒരു വൂണ്ടിന്റെ സറൗണ്ടിങ്സ് മോയ്സ്റ്റ് ചെയ്ത് അവിടെ ഒരു റാപ്പിഡ് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ബാക്ടീരിയ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിങ്ങിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് നമുക്കത് അപ്ലൈ ചെയ്യാം. അത് ആ ഒരു ഡ്രസ്സിങ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ഒരു പ്രഷർ സോർ അല്ലെങ്കിൽ ബെഡ് സോറിന്റെ ആ ഒരു ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറലി ആന്റിബയോട്ടിക്സ് എടുക്കാൻ പറ്റും. ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ടെമ്പറേച്ചർ കുറക്കാനാണ് എടുക്കുന്നത്. ആന്റി ഹിസ്റ്റമിൻസ്, ആന്റി അലർജിക്സും ആണ്. ഇത് നമ്മൾ ആ ഒരു കേസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിംഗ് ആണ് ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്കും എടുക്കാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഓൺസെറ്റ് ടൈം ഓഫ് സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ? ഓപ്ഷൻ എ 10 to 15 minutes, ഓപ്ഷൻ ബി 1 to 3 minutes, ഓപ്ഷൻ സി 30 minutes ആൻഡ് ഓപ്ഷൻ ഡി 5 to 10 hours. നൈട്രോഗ്ലിസറിൻ എന്തിനാണ് എടുക്കുന്നത്? ആ ഒരു അക്യൂട്ട് ആൻജൈന അല്ലെങ്കിൽ ആ ഒരു ചെസ്റ്റ് പെയിന് റാപ്പിഡ് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ലിംഗ്വൽ ഫോം ഓഫ് നൈട്രോഗ്ലിസറിൻ എടുക്കുന്നത്. സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർ ദി ടങ് ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തിനാണ്? റാപ്പിഡ് ആക്ഷൻ കിട്ടാനായിരിക്കും. പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് ഡ്രഗ് അബ്സോർബ് ആയി അവിടെ പെട്ടെന്ന് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ ആ ഒരു അക്യൂട്ട് ആൻജൈന കണ്ടീഷനിൽ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഓൺസെറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് 1 to 3 minutes ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1 to 3 minutes നമുക്ക് അവിടെ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ റാപ്പിഡ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രോഗ്ലിസറിൻ സബ്ലിംഗ്വൽ ഫോമിൽ എടുക്കുന്നത്. 1 to 3 minutes ആണ് അതിന്റെ ടിപ്പിക്കൽ ഓൺസെറ്റ് ഓഫ് ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടിപ്പിക്കൽ നീഡിൽ സൈസ് used for the subcutaneous injection? Option A 18 to 20 gauge, option B 22 to 25 gauge, option C 27 to 30 gauge and option D 16 to 18 gauge. അപ്പൊ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ ആ ഒരു നീഡിൽ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് 22 to 25 ഗേജ് ആണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ ആ ഒരു നീഡിൽ സൈസ് വരുന്നത്. ആ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു ഫാറ്റി ടിഷ്യൂ, നമ്മുടെ സ്കിന്നിന് അണ്ടറിലുള്ള ഫാറ്റി ടിഷ്യൂവിലാണ് ആ ഒരു സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. മെയിൻ ആയിട്ട് അതിന്റെ ഏരിയാസ് വരുമ്പോൾ അപ്പർ ആം, അതേപോലെ തൈ, അബ്ഡോമൻസ്, ഇവിടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ഇൻസുലിൻ, ഹെപ്പാരിൻ, പിന്നെ വാക്സിൻസ് ഒക്കെയാണ് ഈ ഒരു സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ മെയിൻ ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കുറച്ച് ഡ്രഗ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു നീഡിൽ സൈസ് എന്ന് പറയുന്നത് 22 to 25 ഗേജ് ആണ് വരുന്നത്. ലെങ്ത് 3/8 to 5/8 ഇഞ്ചസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നീഡിൽ സൈസ് ആണ് 22 to 25 ഗേജ് ആണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് ബാക്കി ഓപ്ഷൻസിൽ ഉള്ളത് 18 to 20 ഗേജ്. 18 to 20 ഗേജ് എന്ന് പറയുമ്പോൾ ലാർജ് സൈസ് ആയിരിക്കും. നമ്മൾ നോർമലി IV മെഡിക്കേഷൻസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും. 16 to 18, ഓപ്ഷൻ ഡി 16 to 18 എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ലാർജർ സൈസ് ആയിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് IV കാത്തീറ്റേഴ്സ് അതല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു നീഡിൽ സൈസ് ആയിരിക്കും 16 to 18. അതാണ് ലാർജർ വരുന്നത്. അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും 18 to 20 IV മെഡിക്കേഷൻസിന് വേണ്ടിയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 22 to 25 ഈ ഒരു സബ്ക്യൂട്ടേനിയസ് യൂസ് ചെയ്യും. 27 to 30 ഗേജ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡെർമലില് റൂട്ട് ഇഞ്ചക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീഡിലിന്റെ സൈസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ നീഡിൽ സൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തെറാപ്പീസ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്? ഓപ്ഷൻ എ ആന്റിഹിസ്റ്റമിൻസ്, ഓപ്ഷൻ ബി കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ഓപ്ഷൻ സി AC ഇൻഹിബിറ്റേഴ്സ്, ഓപ്ഷൻ ഡി ബൈഗ്വാനൈഡ്സ്. അറ്റോപിക് ഡെർമറ്റൈറ്റിസിന് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അത് തന്നെയാണ് എക്സിമ എന്ന് പറയുന്നത്. ആ ഒരു ക്രോണിക് സ്കിൻ ഇൻഫെക്ഷൻ ആയിരിക്കും. ഇച്ചിങ്, റെഡ്നസ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ കണ്ടീഷന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഈ ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസിന് യൂസ് ചെയ്യുക. അത് ഇൻഫ്ലമേഷൻ കുറക്കാനും റെഡ്നസ് കുറക്കാനും ഇച്ചിങ് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ടോപ്പിക്കൽ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് തന്നെ ഡിഫറെന്റ് പൊട്ടൻസീസിൽ അവൈലബിൾ ആണ്. ഹൈഡ്രോകോർട്ടിസോൺ ഉണ്ട്, അത് മൈൽഡ് ആണ്. പൊട്ടന്റ് ആയിട്ട് നമുക്ക് ബിറ്റസോൾ ഉണ്ട്. അങ്ങനെ ആ ഒരു റേഞ്ച് ഡിഫറെന്റ് പൊട്ടൻസി റേഞ്ചിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ ടോപ്പിക്കൽ
കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഇതിൽ നമ്മൾ ആന്റി ഹിസ്റ്റമിൻസ്, ഇച്ചിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന്റി ഹിസ്റ്റമിൻസ് ഇച്ചിങ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഇൻഫ്ലമേഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവർ ഇച്ചിങ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ AC ഇൻഹിബിറ്റേഴ്സ്, ബൈഗോനൈറ്റ്സ്, അതൊന്നും നമ്മൾ ഈ ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ എടുക്കുന്ന ഡ്രഗ്സേ അല്ല. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആയിരിക്കും, ടോപ്പിക്കൽ administration. Next question, which of the following laxatives primarily causes fluid-like stools? Option A, bulk forming laxatives. Option B, stimulant laxative. Option C, osmotic laxative. Option D, stool softeners. അപ്പോൾ ഫ്ലൂയിഡ് ലൈക്ക് സ്റ്റൂള് ഫോം ചെയ്യുന്ന ലാക്സേറ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഓപ്ഷൻ സി ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് ആണ് ആൻസർ വരുന്നത്. ഈ ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് നമ്മളെ ഇൻഡസ്റ്റൈനിലേക്ക് വാട്ടറിനെ ഡ്രോ ഔട്ട് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു ഫ്ലൂയിഡ് ലൈക്ക് സ്റ്റൂള് അല്ലെങ്കിൽ വാട്ടറി സ്റ്റൂള് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ്, ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സിന്റെ എക്സാമ്പിൾസ് വരുന്നതാണ് പോളിയെത്തിലീൻ ഗ്ലൈക്കോള്, ലാക്ടലോസ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സിന്റെ എക്സാമ്പിൾസ് വരുന്നതാണ്. ഇൻഡസ്റ്റൈനിലേക്ക് വാട്ടറിനെ ഡ്രോ ഔട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ആ ഒരു വാട്ടറി സ്റ്റൂള്, ഫ്ലൂയിഡ് ലൈക്ക് സ്റ്റൂള് ഫോം ചെയ്യുന്നത് ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് ആണ്. ബാക്കി ഇതില് ബൾക്ക് ഫോമിംഗ് ഏജൻസ് ഉണ്ട്. ബൾക്ക് ഫോമിംഗ് ലാക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്, അവിടെ ആ ഒരു സ്റ്റൂളിൽ ബൾക്ക്നെസ് ആഡ് ചെയ്യുക, വാട്ടറിനൊക്കെ ആഡ് ചെയ്ത് അവിടെ ഇവാക്യുവേഷന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബൾക്ക് ഫോമിംഗ് ഏജൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഇസ്പെഗുല ഹസ്ക്, അതേപോലെ തന്നെ മീഥൈൽ സെല്ലുലോസ്. ഇതൊക്കെ ബൾക്ക് ഫോമിംഗ് ഏജൻസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ സ്റ്റിമുലൻ ലാക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവർ ആ ഒരു പെരിസ്റ്റാൾസിസ് പ്രൊമോട്ട് ചെയ്ത് അവിടെ ആ ഒരു ബവൽ ഇവാക്യുവേഷൻ ഈസി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബിസാക്കോഡയിൽ എന്ന് പറയുന്നത് സ്റ്റിമുലൻ ലാക്സേറ്റീവ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അതേപോലെ സെന്ന, കാസ്റ്റർ ഓയിൽ, ഇതൊക്കെ ആ ഒരു സ്റ്റിമുലൻ ലാക്സേറ്റീവ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സും ഈ ഒരു സ്റ്റൂളും വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ആ ഒരു പാസ് ചെയ്യാൻ ഈസി ആക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സിന് നമുക്ക് ഡെക്യുസൈഡ്സ്, സോഡിയം, അതൊക്കെ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ആ ഒരു ഇൻഡസ്റ്റൈനിലേക്ക് വാട്ടറിനെ ഡ്രോ ഔട്ട് ചെയ്തെടുത്ത് ഫ്ലൂയിഡ് ലൈക്ക് സ്റ്റൂള് അല്ലെങ്കിൽ വാട്ടറി സ്റ്റൂള് ഫോം ചെയ്യുന്നത് ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, oseltamivir is used prophylactically for which of the following infections? Option A, influenza A and B. Option B, hepatitis B. Option C, tuberculosis. Option D, HIV or AIDS. ഒസെൽറ്റാമിവിർ അത് ആന്റിവൈറൽ ഡ്രഗ് ആണ്. അപ്പൊ ഏത് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇൻഫ്ലുവൻസ A and B ആണ് ഈ ഒരു ഒസെൽറ്റാമിവിർ, നമ്മൾ ബ്രാൻഡ് നെയിം ആയിട്ട് ടാമിഫ്ലൂ എന്ന് പറയും. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ A and B കണ്ടീഷൻസിന് പ്രിവെന്റ് ചെയ്യാൻ, അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒസെൽറ്റാമിവിർ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? ലാമിവുഡിൻ, അതേപോലെ ടിനോഫോവിർ, അഡിഫോവിർ, അതൊക്കെ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. ട്യൂബർക്ലോസിന് നമുക്ക് ആന്റി TB ഡ്രഗ്സ് ഉണ്ട്, ഐസോനിയാസിഡ്, റിഫാംബിസിൻ, അതൊക്കെ ആന്റി TB ഡ്രഗ് ആണ്. HIV ഓർ എയ്ഡ്സിന് ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഓരോ ഈ ഡ്രഗിന്റെ ഈ ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒസെൽറ്റാമിവിർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാമിഫ്ലൂ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ A and B ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് ആൻ ആന്റി ഓക്സിഡന്റ്? ഓപ്ഷൻ A, വൈറ്റമിൻ C. ഓപ്ഷൻ B, വൈറ്റമിൻ E. ഓപ്ഷൻ C, വൈറ്റമിൻ K. ഓപ്ഷൻ D, ഗ്ലൂട്ടാത്തയോൺ. ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത ഏജൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി, വൈറ്റമിൻ K ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വൈറ്റമിൻ K നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. വൈറ്റമിൻ K എന്ന് പറയുന്നത് നമ്മൾ നോർമലി ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ബാക്കി ഓപ്ഷൻ സി, വൈറ്റമിൻ C, വൈറ്റമിൻ E, ഗ്ലൂട്ടാത്തയോൺ, ഇതൊക്കെ ആന്റി ഓക്സിഡന്റ് ആയിട്ട്, പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വൈറ്റമിൻ C എന്ന് പറയുമ്പോൾ അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ E, ടോക്കോഫെറോൾ, പിന്നെ ഗ്ലൂട്ടാത്തയോൺ, ഇതും പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്യാത്ത ഏജന്റ് ആണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് പ്രസന്റ് വിത്ത് വൈറ്റ് ക്രീമി പ്ലാഗ് ഓൺ ദി ടങ് and inner lining of the mouth that can be scraped off, leaving a red inflamed area. What is the most likely diagnosis? Option A, oral candidiasis. Option B, atopic dermatitis. Option C, psoriasis. Option D, contact dermatitis. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, അതായത് വൈറ്റ് ക്രീമി പ്ലാഗ് ഓൺ ദി ടങ് ഓർ ഇന്നർ ലൈനിങ് ഓഫ് ദി മൗത്ത്, നമ്മുടെ മൗത്തിലൊക്കെ ആ ഒരു വൈറ്റ് പാച്ചസ്, വൈറ്റ് പ്ലാഗ് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ ആയിട്ട് ഓപ്ഷൻ എ, ഓറൽ കാൻഡിഡിയാസിസ് ആണ്
ഇതിന്റെ ആൻസർ വരുന്നത് ഓറൽ ത്രഷ് എന്ന് പറയും നമ്മൾ. അപ്പൊ ഈ ഓറൽ ത്രഷ് അല്ലെങ്കിൽ ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് ക്രീമി പാച്ചസ് അല്ലെങ്കിൽ വൈറ്റ് ക്രീമി പ്ലാഗ് നമ്മുടെ ടങ്കിലും ഇന്നർ ചീക്കിലും ഒക്കെ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് സ്ക്രാപ്പ് ഓഫ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഓറൽ കാൻഡിഡിയാസിസ് ആണ്. മെയിൻ ആയിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിൽ, ഡയബറ്റിക് പേഷ്യൻസിൽ, പിന്നെ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ് എടുക്കുന്ന പേഷ്യൻസിലൊക്കെ ഈ ഒരു ഓറൽ ത്രഷ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇൻഹലേഷൻ കോർട്ടിക്കോസ്റ്റിറോയിഡ് എടുക്കുന്നവരിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ആ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഓറൽ ത്രഷ് എന്ന് പറയുന്നത്. ബാക്കി ഇതിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അതെന്ന് പറയുന്നത് സ്കിൻ എക്സിമയാണ്, സ്കിൻ കണ്ടീഷൻ ആണ്. അവിടെ ആ ഒരു ഡ്രൈനെസ്, അതേപോലെ ഇച്ചിങ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ സോറിയാസിസ് എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അവിടെ ആ ഒരു സ്കെയിലി പാച്ചസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഫോം ചെയ്യുന്ന കണ്ടീഷൻ ആണ്. പിന്നെ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്കിൻ അലർജിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ക്രീമി പ്ലാക്ക് ഓൺ ദി ടങ് ഓർ ഇന്നർ ലൈനിങ് ഓഫ് ദി മൗത്ത് എന്ന് പറയുന്നത് ഓറൽ കാൻഡിഡിയാസിസ് ഓർ ഓറൽ ത്രഷ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.